ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ 3 പാർട്ടികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന ബഹുഭൂരിപക്ഷം സർവേകളിലും BJPക്കാണ് മുൻതൂക്കം നൽകുന്നത്. ചില സർവേകളിൽ AAPക്കും വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതിനിടെ ഏറ്റവും പുതിയ താജ എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദില്ലിയിലെ വിവിധ മേഖലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തേത് പശ്ചിമ ദില്ലിയാണ്. പശ്ചിമ ദില്ലിയിൽ 8 സീറ്റുകളുണ്ട്. 8 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 6 സീറ്റുകൾ AAPയും വിജയിക്കുമെന്നാണ് താജ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ദക്ഷിണ ദില്ലിയാണ്. ദക്ഷിണ ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 5 സീറ്റുകൾ AAPയും വിജയിക്കും. അടുത്തത് സൗത്ത് വെസ്റ്റ് ദില്ലിയാണ്. സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് BJPയും 4 സീറ്റ് AAPയും വിജയിക്കും. കോൺഗ്രസ് അവിടെ സീറ്റുകളൊന്നും നേടുകയില്ല. അടുത്തത് ഉത്തർപൂർവ്വ ദില്ലിയാണ്. ഉത്തർപൂർവ്വ ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ BJPയും 3 സീറ്റുകൾ AAPയുമാണ് നേടുക. കോൺഗ്രസ് അവിടെയും സീറ്റുകളൊന്നും നേടില്ല. അടുത്തത് വടക്ക് കിഴക്കൻ ദില്ലിയാണ്. വടക്ക് കിഴക്കൻ ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് BJPയും 4 സീറ്റ് AAPയുമാണ് നേടുക. കോൺഗ്രസ് അവിടെയും സീറ്റുകളൊന്നും നേടുകയില്ല. അടുത്തത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റ് BJPയും 4 സീറ്റ് AAPയുമാണ് നേടുക. അവിടെയും കോൺഗ്രസ് സീറ്റുകളൊന്നും നേടുകയില്ല. അടുത്തത് കിഴക്കൻ ദില്ലിയാണ്. കിഴക്കൻ ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റ് BJPയും 5 സീറ്റുകൾ AAPയുമാണ് നേടുക. അവിടെയും കോൺഗ്രസ് സീറ്റുകളൊന്നും നേടുകയില്ല. അടുത്തത് സെൻട്രൽ ദില്ലിയാണ്. സെൻട്രൽ ദില്ലിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റ് BJPയും 3 സീറ്റ് AAPയുമാണ് നേടുക. അവിടെയും കോൺഗ്രസ് സീറ്റുകളൊന്നും നേടുകയില്ല. അടുത്തത് വടക്കൻ ദില്ലിയാണ്. വടക്കൻ ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റ് BJPയും 3 സീറ്റ് AAPയുമാണ് നേടുക. അവിടെയും കോൺഗ്രസ് സീറ്റുകളൊന്നും നേടുകയില്ല. ദില്ലിയിലെ ആകെയുള്ള 70 സീറ്റുകളിൽ 31 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും 37 സീറ്റുകൾ വരെ AAPയുമാണ് നേടുക.